ബി.ജെ.പിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രസിഡന്റാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആസാം, കേരളം, തമിഴ്നാട് അടക്കമുള്ള, പുതുച്ചേരി അടക്കമുള്ള ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത, ബി.ജെ.പി അധികാരത്തിൽ വരാത്ത സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നത്. ബി.ജെ.പി പ്രതീക്ഷിക്കും പോലെ ഒരു വലിയ വിജയം ഇദ്ദേഹത്തിലൂടെ നേടാൻ കഴിയുമോ? ബി.ജെ.പിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മറ്റു പാർട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള പ്രവർത്തകനും സംഘടന ഏറ്റവും ഉയർന്ന തലത്തിലെത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിതിൻ നബീൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള സ്ഥാനക്കയറ്റം. അദ്ദേഹം ബീഹാറിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായിരുന്ന ആളാണ്. 5 തവണ ബീഹാറിലെ ബാങ്കിപ്പൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും MLA തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം MLA ആണ് അവിടുത്തെ. മാത്രമല്ല 2021 ബീഹാറിൽ ഗതാഗത മന്ത്രിയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ആ ചുമതല വഹിക്കവേ അദ്ദേഹം രാജിവെച്ചിട്ട് തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നിതിൻ നബീനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 45 വയസ്സേ ഉള്ളൂ. വളരെ ചെറുപ്പക്കാരനാണ്. ബി.ജെ.പിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റാണ്. ഇതിനു മുമ്പ് അദ്വാനിയായിരുന്നു പ്രായം കുറഞ്ഞ 46 വയസ്സിലാണ് അദ്ദേഹം പ്രസിഡൻ്റ് ആവുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് 45 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി.ജെ.പി നോക്കുന്നത് പ്രായമല്ല, മറിച്ച് കഴിവാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓർഗനൈസേഷൻ സ്കില്ലുണ്ട് എങ്കിൽ, സംഘാടന മികവുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിതിൻ നബീൻ്റെ. അല്ല, പക്ഷേ DMK നേതാക്കൾ ഉൾപ്പെടെ വിമർശിക്കുന്ന ഇദ്ദേഹത്തിന് പക്വത ഇല്ലെന്നാണ്. അല്ല, ഈ പക്വത എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? 79 വയസ്സ് 80 വയസ്സായാലേ പക്വത വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരു പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്തുള്ള അവർക്കൊരു തിരിച്ചടി ഉണ്ടാകുന്നില്ല, പേടിയുടെ ഭാഗമായിട്ടായിരിക്കും. കാരണം നിതിൻ നബീനെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം 14-ാം തീയതി ദേശീയ തലത്തിലേക്ക് ചുമതലയെ കൊണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹം ആദ്യം വിസിറ്റ് ചെയ്ത് തമിഴ്നാടായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ഫോക്കസ്. ഇന്നലെ ചാർജ് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബംഗാളും തമിഴ്നാടും ആണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിലുള്ള DMKക്ക് ഒരു മുട്ടെടുപ്പ് ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇനി ഈ 45-ാം വയസ്സിൽ പക്വത ഇല്ല എങ്കിൽ DMKയുടെ തന്നെ മന്ത്രി ഉണ്ടല്ലോ, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, എന്ത് പക്വത ഉണ്ടായിട്ടാണ് അയാളെ പിടിച്ച് മന്ത്രിയാക്കിയത്? അപ്പോൾ പക്വത എന്ന് പറയുന്നത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് അനുഭവത്തിൽ കൂടി പ്രവർത്തന പരിചയത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇനി അങ്ങനെ പക്വതയില്ലാത്ത ഒരാളെ പിടിച്ച് BJP പ്രസിഡൻ്റ് ആക്കും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇതൊക്കെ വെറും വാചാവാടി മാത്രമാണ്. പക്ഷേ ഈ മനുഷ്യൻ നിതിൻ നബീൻ എന്ന് പറയുന്ന വ്യക്തി വളരെ സൗമ്യനായിട്ടുള്ള, BJPയിൽ അറിയപ്പെടുന്ന സൗമ്യനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ വലിയ പേരൊന്നും ഇല്ല എന്നുള്ള വാസ്തവമാണ്. പക്ഷേ ഓർഗനൈസേഷൻ സ്കില്ല്, അതായത് സംഘാടന മികവ് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഛത്തീസ്ഗഡിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചു. അവിടെ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നിലവിൽ 20 സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുകയാണ്. ഈ 20 സംസ്ഥാനങ്ങളിൽ നിന്നും 23 സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് നിതിൻ നബീൻ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചത്. ബീഹാർ, ബംഗാൾ, അതോടൊപ്പം തന്നെ ആസാമിൽ ഭരണം നിലനിർത്തണം, തമിഴ്നാട്ടിൽ DMK അട്ടിമറിക്കണം, കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കണം. അങ്ങനെ BJPയുടെ മുൻ പ്രസിഡന്റുകൾ അവർക്ക് നേടാൻ കഴിയാത്ത, അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് നേടാൻ കഴിയാത്ത ഒരു വലിയ വിജയം ഈ പുതിയ പ്രസിഡന്റ് നേടാൻ കഴിയും. തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്തം. കാരണം ഈ അമിത്ഷാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അവിടെ ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ബംഗാളിൽ ഉണ്ടായിരുന്നു, പക്ഷെ നേടാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ ഇലക്ഷനായി 0-ലേക്ക് കുറയുകയാണ് ചെയ്തത്. തമിഴ്നാട്ടിൽ വെറും ലഭിക്കുന്ന 4 സീറ്റ്, 10% വോട്ട് പോലും ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും. അതായത് നിലവിൽ 20 സംസ്ഥാനങ്ങളിൽ BJPക്ക് മുഖ്യമന്ത്രിമാരുണ്ട്. അത് 23 ആക്കുകയാണ് അദ്ദേഹം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം, തമിഴ്നാട്, ബംഗാളാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് എന്ന് വ്യക്തം. ആസാം നിലവിൽ തന്നെ BJPയുടെ ഭരണം ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അത് തുടരും, അതിൽ അവർക്ക് ആശങ്കയില്ല. ആസാമിനെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല, പുതുച്ചേരിയെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല. ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ മറ്റ് 3 സംസ്ഥാനങ്ങളെയും കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പശ്ചിമ ബംഗാളും തമിഴ്നാടുമാണ്. അപ്പോൾ തമിഴ്നാട് പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ വഴി കേരളത്തിലും ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും കേരളത്തിലും ഭരണം പിടിക്കാം എന്നുള്ള പ്രതീക്ഷ അടിസ്ഥാനത്തിലാണ് ഇവരൊരു നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരൻ്റെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അധ്യക്ഷനാണ് ഈ സമയത്ത് പാർട്ടിക്ക് ആവശ്യം. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള, നല്ല സംഘാടന മികവുള്ള നിതിൻ നബീനെ സ്വാഭാവികമായിട്ടും ദേശീയ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിതിൻ നബീൻ്റെ എലിവേഷൻ, അതായത് പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാനക്കയറ്റം, ആ സ്ഥാനക്കയറ്റത്തിൽ കൂടി
മുട്ടിടിക്കുന്ന മറ്റൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അവിടെയുണ്ട് ഒരു കോൺഗ്രസ് ഒരു പ്രസിഡന്റ്, ആ പാർട്ടിക്കുണ്ട്. അവിടെ എന്താ അവസ്ഥ? ഒരു റബ്ബർ സ്റ്റാമ്പാക്കി വെച്ചിരിക്കുക. ഒരു കുടുംബമാണ് അവിടെ നയിക്കുന്നത്. അവിടെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് വേറെ ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ മക്കളെയും കുടുംബക്കാരെ ഫണ്ടിയിരുത്തിയാണ് ഈ നോമിനേഷൻ കൊടുത്തത്. ചിത്രം നമ്മൾ കണ്ടതാണ്. AICC പ്രസിഡന്റിന് ഏറ്റവും പുറകിലായിരുന്നു സീറ്റ്. അതുപോലെ തന്നെ ഗോവയിൽ ചേർന്ന ഗോവ ലിബറേഷൻ ഡേയുടെ യോഗത്തിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് പ്രവേശനം നൽകിയില്ല അതിനകത്ത് AICC പ്രസിഡന്റിന്. അപ്പോൾ പാർട്ടി പ്രസിഡന്റിനെ പുല്ലുവില കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതേ സ്ഥാനത്ത് ഇന്നലെ നമ്മൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതിൻ ആനയിച്ച് BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കസേരയിൽ കൊണ്ടിരുത്തുന്ന രംഗം നമ്മൾ കണ്ടു. ഇതാണ് ഒരു പാർട്ടിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അത് ഇന്നലെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. BJP എന്ന് പറയുന്നൊരു സംസ്കാരമാണ്, അതൊരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിനകത്ത് റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം, മെമ്പർഷിപ്പിനേക്കാൾ ഏറെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുടുംബപരമായിട്ട് യാതൊരുവിധ വ്യത്യാസങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ആ BJPയിലേക്കാണ് ഇപ്പോൾ നിതിൻ നബീൻ്റെ രംഗപ്രവേശം. ഇപ്രാവശ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് 2027 പ്രധാനപ്പെട്ട മറ്റ് 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ് മുതലായ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം 27 തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ നിതിൻ നബീൻ്റെ മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയിൽ അദ്ദേഹം എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ ഈ കേരളത്തിൽ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലാണല്ലോ അവർ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്. അപ്പോൾ നിതിൻ നബീൻ എന്ന അദ്ദേഹം ദേശീയ തലത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം? ദേശീയ തലത്തിൽ നിതിൻ നബീനെ സംബന്ധിച്ച് വലിയ സ്വാധീനമൊന്നുമില്ല. കാരണം അദ്ദേഹം ബീഹാർ കേന്ദ്രീകരിച്ച് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്ന നേതാവാണ്. സ്വാഭാവികമായിട്ടും അതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും വലിയൊരു പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടി ഒരു പ്രാദേശിക നേതാവിന് നയിക്കാൻ കഴിയുമോ? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, JP നഡ്ഡയെ എത്ര പേർക്ക് അറിയാമായിരുന്നു? ദേശീയ അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആകുമ്പോൾ അതിന് ശേഷമാണ് മന്ത്രിയാവുന്നത്. അദ്ദേഹം മന്ത്രിയാകുന്നതിന് ശേഷമാണ്. അമിത്ഷായെ എത്ര പേർക്ക് അറിയാമായിരുന്നു ഈ ദേശീയ അധ്യക്ഷനാകുന്നതിന് മുമ്പ്? അപ്പോൾ BJPയെ സംബന്ധിച്ചിട്ട് ആളുകൾ പാർട്ടിയെ നേതാക്കൾ അറിയുന്നത് പാർട്ടിയെ എല്ലാവരെയും കാണുന്നുണ്ട്, കൃത്യമായിട്ട് എല്ലാവരുടെയും പ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ അവർക്ക് അർഹമായ സ്ഥാനത്ത് വരുമ്പോഴാണ് ജനം അറിയുന്നത്, അല്ലെങ്കിൽ രാജ്യം അറിയുന്നത്. നിതിൻ നബീനെ സംബന്ധിച്ച് അദ്ദേഹം ബീഹാറിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ദേശീയത്തിൽ വരുമ്പോൾ അതൊരു കുറവായിട്ട് നമ്മൾ കാണേണ്ടതില്ല. കാരണം BJPയുടെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വിഷയമേ അല്ല. കാര്യം അതിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ സ്ഥാനമല്ല പാർട്ടിയെ സംബന്ധിച്ച് വലുത്, പക്ഷേ അതിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. ജീവിതകാലം വരെ പ്രവർത്തനത്തിന് സന്നദ്ധനാണ് എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും അവരുടെ പാർട്ടി സ്ഥാനങ്ങളിലേക്ക് വരുന്നതെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സാധാരണ പ്രവർത്തകനും എൻ്റെ ബോസാണ് നിതിൻ നബീൻ അദ്ദേഹം പറഞ്ഞു. ആ ഒരു വലിയ മനസ്സ് മറ്റൊരു പാർട്ടിക്കാർക്കും ഉണ്ടാവില്ല, വേറൊരു മനുഷ്യർക്കും ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം 75 വയസ്സായ നരേന്ദ്രമോദി 45 വയസ്സായ പ്രസിഡന്റിനെ ബോസ് എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ആ പാർട്ടിയുടെ പ്രത്യേകതയാണ്. അതാണ് BJP എന്ന് പറയുന്ന ഒരു സംസ്കാരം. അതും പലരും പറയുന്നുണ്ടല്ലോ, ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കും അമിത്ഷായുടെ നരേന്ദ്രമോദിയുടെയും കൂടെ നിൽക്കുന്ന, അങ്ങനെ ഒരു വിമർശനം വരുന്നുണ്ടല്ലോ. അല്ല, അത്തരം വിമർശനം JP നഡ്ഡ ഇരുന്നപ്പോഴും പറഞ്ഞിരുന്നു. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായാണ് നിയന്ത്രിക്കുന്നതെന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടിക്ക് ഒരു അധ്യക്ഷൻ ഉണ്ടാകുമ്പോൾ അയാൾക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുടെ സർക്കാരിനെ നയിക്കുന്ന, ഭരണകൂടത്തെ നയിക്കുന്ന പ്രധാനമന്ത്രിക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അതും കൂടി കേട്ട് വേണം ഈ പറഞ്ഞതുപോലെ പാർട്ടി പ്രസിഡന്റ് പ്രവർത്തിക്കാൻ. അല്ലാതെ MV ഗോവിന്ദനെ പോലെ പിണറായി തോന്നിയതുപോലെ ചെയ്യും, പാർട്ടിയായിട്ടൊന്നും ആലോചിക്കില്ല, അങ്ങനെയുള്ളൊരു സംഘടനാ സംവിധാനമല്ല BJPക്കുള്ളത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രിയുടെയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇദ്ദേഹം കേൾക്കേണ്ടി വരും. ഇദ്ദേഹം പറയുന്നത് അവരും കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് കൂടിയാലും കൂടിയാണ് എപ്പോഴും ഒരു സംഘടന വലുതായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിതിൻ നബീനെ സംബന്ധിച്ചിട്ട് പാർട്ടി കൊടുക്കുന്ന വലിയൊരു ദൗത്യം, ആ ദൗത്യം അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം, അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം വളരെ എനർജറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രായമാണ്. മാത്രമല്ല വലിയ തോതിലുള്ള ഒരു സംഘാടന സംവിധാനം പാർട്ടിക്കുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് അങ്ങേര് ഈ പറഞ്ഞതുപോലുള്ള സംസ്ഥാനങ്ങളിൽ എത്രത്തോളം വിജയം നേടാൻ പുള്ളിക്ക് കഴിയും എന്നാണ് പൊതുവെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.